കേരള കഫേ UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിലും യൂറോപ്പിലുമായി ഇന്ന് നടന്ന സംഭവ വികാസങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം. ഷോപ്പ് മോഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുതിർന്ന ഉദ്യോഗസ്ഥരെ കാണുന്നതിനിടെ ക്രൈം ആൻഡ് പോലീസിംഗ് മന്ത്രി ഡാം ജോയാന ജോൺസന്റെ പേഴ്സ് മോഷ്ടിക്കപ്പെട്ടു. വെസ്റ്റ് മിഡ്ലൻഡ്സിലെ കെനിൽവർത്തിൽ പോലീസ് സൂപ്രണ്ട് അസോസിയേഷന്റെ വാർഷിക സമ്മേളനത്തിൽ ലേബർ MP പങ്കെടുക്കുന്നതിനിടെയാണ് ഇത് സംഭവിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 11-നും ഉച്ചയ്ക്ക് 1:15-നും ഇടയിൽ കോൺഫറൻസിനായി ഉപയോഗിച്ച ഹോട്ടലിൽ നിന്ന് പേഴ്സ് മോഷണം പോയതായും അത് അന്വേഷിക്കുന്നതുമായും വാർവിക്ക്ഷയർ പോലീസ് സ്ഥിരീകരിച്ചു. കവൻട്രിയിൽ നിന്നുള്ള 56-കാരനായ ഒരാളെ മോഷണക്കുറ്റം ആരോപിച്ച് അറസ്റ്റ് ചെയ്തതായും അന്വേഷണങ്ങൾ തുടരുന്നതിനിടെ ജാമ്യത്തിൽ വിട്ടയച്ചതായും വക്താവ് പറഞ്ഞു. വാർത്തകൾ കാണുന്നതോടൊപ്പം തന്നെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. രാത്രി 9-ന് മുമ്പ് TV-യിൽ ജങ്ക് ഫുഡ് പരസ്യങ്ങൾ കാണിക്കുന്നതിനുള്ള നിരോധനം 2025 ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് സർക്കാർ സ്ഥിരീകരിച്ചു. കുട്ടിക്കാലത്തെ അമിതവണ്ണത്തെ നേരിടാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയിൽ ഓൺലൈൻ പരസ്യങ്ങളുടെ സമ്പൂർണ്ണ നിരോധനത്തോടൊപ്പം തന്നെ ജങ്ക് ഫുഡ് പരസ്യങ്ങളുടെ മാർഗരേഖ നടപ്പിലാക്കുമെന്നും ലേബർ സർക്കാർ പറഞ്ഞു. 2021-ൽ ബോറിസ് ജോൺസൺ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ കൺസർവേറ്റീവുകൾ കൊണ്ടുവരാനിരുന്ന നിരോധനമായിരുന്നു ഇത്. എന്നാൽ നിയന്ത്രണങ്ങളുടെ വ്യാപ്തിയും അവ നടപ്പിലാക്കുന്ന രീതിയും സ്ഥിരീകരിക്കുന്നതിന് ബിസിനസ്സുകൾക്ക് സമയം അനുവദിച്ച് നൽകുകയായിരുന്നു പിന്നീട്. ഇംഗ്ലണ്ടിലെ 5-1 കുട്ടികളും പ്രൈമറി സ്കൂൾ തുടങ്ങുമ്പോഴേക്കും അമിതഭാരമുള്ളവരോ പൊണ്ണത്തടിയോടെ ജീവിക്കുന്നവരാണെന്നും ഇത് NHSകളിൽ വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രി ഗിൻ പറഞ്ഞു. പരിഷ്കരണമില്ലാതെ അധിക NHS ഫണ്ടിംഗ് ഉണ്ടാകില്ലെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യ സേവനത്തിനായി ഒരു പുതിയ 10 വർഷത്തെ പദ്ധതി തയ്യാറാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇംഗ്ലണ്ടിലെ NHS ഗുരുതരാവസ്ഥയിലാണെന്നുള്ള മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. സ്പ്രിംഗ് സെഷനിൽ പ്രസിദ്ധീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പുതിയ പദ്ധതി NHS രൂപീകരിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ പുനർഭാവന ആയിരിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പരിഷ്കരണത്തിനായി അദ്ദേഹം 3 പ്രധാന മേഖലകൾ രൂപീകരിച്ചു. ആദ്യത്തേത് ഡിജിറ്റൽ NHSലേക്കുള്ള മാറ്റമാണ്. രണ്ടാമത്തേത് ആശുപത്രികളിൽ നിന്ന് കമ്മ്യൂണിറ്റികളിലേക്ക് കൂടുതൽ പരിചരണം മാറ്റുക. മൂന്നാമത്തെ പ്രധാന മേഖല എന്ന് പറയുന്നത് രോഗത്തെ തടയുന്നതിനുള്ള ശ്രമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. എന്നാൽ സാമൂഹ്യ പരിചരണം പരിഷ്കരിക്കുന്നതിനും പുതിയ ആശുപത്രികൾ നിർമ്മിക്കാനുമുള്ള ടോറി ഗവൺമെന്റ് പദ്ധതികൾ നിർത്തലാക്കിയ ലേബർ ഗവൺമെന്റ് സർക്കാർ വാചകമണി നിർത്തി പ്രവർത്തനത്തിലേക്ക് തിരിയേണ്ടതുണ്ടെന്ന് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കൺസർവേറ്റീവ് പാർട്ടി പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് തൊട്ടുപിന്നാലെ NHS സർജനായ ലോർഡ് ഡാർസിയോട് ആരോഗ്യ സേവനത്തിലെ വീഴ്ചകൾ തിരിച്ചറിയാൻ ലേബർ പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ലേബർ ഗവൺമെന്റിൽ ആരോഗ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച ലോർഡ് ഡാർസിയിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം NHS ഇപ്പോഴും പകർച്ചവ്യാധിയുടെ ആഘാതങ്ങളുമായി മല്ലിടുകയാണെന്നും ക്യാൻസർ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ആശുപത്രി ചികിത്സാ സേവനങ്ങളിൽ വളരെയധികം പിന്നിലാണെന്നും കണ്ടെത്തുകയുണ്ടായി. അതിനിടെ പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയ ദീർഘകാല രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന രോഗികളുടെ എണ്ണം യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം NHSനെ കീഴടക്കുമെന്നും അദ്ദേഹം ഭയപ്പെടുന്നു. വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള 76 ലക്ഷം രോഗികളെ പരിചരിക്കുക എന്നുള്ളതാണ് NHSകൾ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ചെറുപ്പക്കാരിൽ ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിച്ചത് COVID-19 mRNA വാക്സിൻ എന്ന് പഠന റിപ്പോർട്ട്. ദീർഘകാല പാർശ്വഫലങ്ങളെക്കുറിച്ച് ആശങ്കയുയരുന്നു. അമേരിക്കയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാരുടെ കൂട്ടായ്മ ക്ലിനിക്കൽ മെഡിസിൻ അടുത്തിടെ പ്രസിദ്ധീകരിച്ചൊരു പഠന റിപ്പോർട്ടിലാണ് ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകളുള്ളത്. 2019-ലെ കോവിഡ് വ്യാപനത്തിന്റെ വ്യാപ്തിയും അതിന്റെ ക്ലിനിക്കൽ സവിശേഷതകളും വാക്സിനുമായി ബന്ധപ്പെട്ട മയോകാർഡിറ്റിസ് അല്ലെങ്കിൽ CVAM മൂലമുള്ള കാർഡിയോവാസ്കുലർ പ്രശ്നങ്ങൾ എന്നിവയാണ് പഠന വിധേയമാക്കിയത്. കുട്ടികളിലും യുവാക്കളിലുമാണ് പ്രധാനമായും പഠനം നടത്തിയത്. വളരെ പെട്ടെന്ന് വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിനുകൾ രോഗവ്യാപനം ഫലപ്രദമായി ചെറുത്തു എന്നത് ഒരു വസ്തുത തന്നെയാണ്. അതിനായി അമേരിക്കയിൽ ഉപയോഗിച്ചിരുന്ന വാക്സിനുകളൊന്നാണ് mRNA എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന മെസഞ്ചർ റൈബോ ന്യൂക്ലിക് ആസിഡ്. സാർസ് കോവിഡ് വൈറസിന്റെ സ്പൈക്കിലുണ്ടായിരുന്ന തരം പ്രോട്ടീനെ എൻകോഡ് ചെയ്ത ഒരു വൈറൽ mRNA പകർപ്പെടുത്ത് ദീർഘകാല രോഗപ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുന്നതാണ് ഇതിലുപയോഗിക്കുന്ന സാങ്കേതികവിദ്യ. ഇത് ചെറുപ്പക്കാരിലും കുട്ടികളിലും മയോകാർഡിറ്റിസിന്റെ സങ്കീർണതകൾ വലുതാക്കുന്നു എന്നാണ് കണ്ടെത്തിയത്. അമേരിക്കയിലെ 39 സ്ഥാപനങ്ങളിലായിട്ടായിരുന്നു പഠനം നടത്തിയത്. കോവിഡ് mRNA വാക്സിൻ സ്വീകരിച്ചതിനു ശേഷം ഗുരുതരമായ മയോകാർഡിയാക് ലക്ഷണങ്ങൾ പ്രദർശിപ്പിച്ച 30 വയസ്സിൽ താഴെയുള്ളവരെയാണ് പഠനവിധേയമാക്കിയത്. ഡെമോഗ്രാഫിക് ഡാറ്റ, മെഡിക്കൽ ഹിസ്റ്ററി, ഇതിൽ പങ്കെടുത്തവരുടെ ഹോസ്പിറ്റൽ രേഖകൾ എന്നിവയൊക്കെ ഗവേഷകർ സസൂക്ഷ്മം പഠനവിധേയമാക്കി. 5 മുതൽ 15 വരെ പ്രായമുള്ള ഒരു സംഘമായും 16 മുതൽ 30 വയസ്സുള്ളവർക്ക് മറ്റൊരു സംഘമായും വിഭജിച്ചായിരുന്നു പഠനം നടത്തിയത്. കുട്ടികളിലെ മയോകാർഡിറ്റിസും കുട്ടികളിൽ തന്നെ വാക്സിൻ മൂലം കണ്ടുവരുന്ന മറ്റൊരു സങ്കീർണതയായ മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം തമ്മിൽ താരതമ്യ പഠനം നടത്തുകയും ചെയ്തു. CVAM രോഗികളിൽ ഭൂരിപക്ഷം കൗമാരക്കാരാണെന്നും അവരിൽ 95% പേരും ഫൈസർ ബയോടെക് mRNA വാക്സിൻ എടുത്തവരാണെന്നും പഠനത്തിൽ കണ്ടെത്തി. ബാക്കിയുള്ള 5% പേർ എടുത്തത് മെഡോണ COVID-19 mRNA വാക്സിൻ ആയിരുന്നു. വാക്സിൻ എടുത്ത ഒരാഴ്ചക്കുള്ളിൽ തന്നെ പലരിലും ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയും ആശുപത്രിയിൽ അഭയം പ്രാപിക്കേണ്ടതായും വന്നു. എന്നാൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവരിൽ 2% പേർക്ക് മാത്രമേ വെന്റിലേഷൻ ആവശ്യമായി വന്നുള്ളൂ.
ഏകദേശം 60% പേരിൽ ECGയിൽ വ്യതിയാനം കണ്ടെത്തി. 17% പേരിൽ ചെറിയ രീതിയിലുള്ള വെൻട്രിക്കുലർ സിസ്റ്റോളിക് പ്രവർത്തന വൈകല്യം ദൃശ്യമായി. ഏതാണ്ട് 72% പേരിലും ചെറിയ രീതിയിലുള്ള മയോകാർഡിയൽ ഐഡമ ലക്ഷണങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. പ്രീതി പട്ടേലിന് പിന്നാലെ മെൽസ്ട്രഡും പുറത്ത്. ടോറി നേതാവാൻ ഇനി അവശേഷിക്കുന്നത് 4 പേർ. ടോറി ലീഡർ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് മുൻ വർക്ക് ആൻഡ് പെൻഷൻ സെക്രട്ടറി മെൽസ്ട്രഡും പുറത്തായി. ചൊവ്വാഴ്ച നടന്ന MP-മാർക്കിടയിലെ 2ാം വട്ട വോട്ടെടുപ്പിൽ കേവലം 16 വോട്ടുകൾ മാത്രം നേടി അവസാന സ്ഥാനത്തെത്തിയതോടെയാണ് മത്സരത്തിൽ നിന്ന് മുൻ മന്ത്രി പുറത്തായത്. ഇന്ത്യൻ വംശജയായ പ്രീതി പട്ടേൽ 14 വോട്ട് മാത്രം നേടി ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായിരുന്നു. ആദ്യ റൗണ്ടിൽ 28 വോട്ട് നേടി മുന്നിലായിരുന്ന മുൻ ഇമിഗ്രേഷൻ മിനിസ്റ്റർ റോബർട്ട് ജനറിക്കാണ് 2ാം റൗണ്ടിലും ഏറ്റവും അധികം MP-മാരുടെ പിന്തുണ ലഭിച്ചത്. 2ാം റൗണ്ടിൽ ഇത് 33 വോട്ടായി ഉയർന്നു. 28 വോട്ട് നേടി കെമി ബെഡ്നോവിച്ചാണ് ഇപ്പോഴും 2ാം സ്ഥാനത്ത്. ജെയിംസ് ക്ലെവർലി, ടോം ടെഗിൻടാങ് എന്നിവർ 21 വോട്ടുകൾ നേടി 3ാം സ്ഥാനം പങ്കിട്ടു. ജെയിംസ് ക്ലെവറിക്ക് 21 വോട്ട് തന്നെയായിരുന്നു ആദ്യ റൗണ്ടിൽ ലഭിച്ചത്. എന്നാൽ ടോം ടെഗിൻടാങ് 4 പേരുടെ പിന്തുണ വർദ്ധിപ്പിച്ചാണ് ക്ലെവർലിക്കൊപ്പം എത്തിയത്. വരും ദിവസങ്ങളിൽ MP-മാർക്കിടയിൽ വീണ്ടും വോട്ടെടുപ്പ് തുടരും. കുറഞ്ഞ വോട്ട് ലഭിക്കുന്നയാൾ ഓരോ റൗണ്ടിലും പുറത്തായി. ഒടുവിൽ അവശേഷിക്കുന്ന 2 പേർ തമ്മിലാകും പാർട്ടി അംഗങ്ങൾക്കിടയിലെ മത്സരം. സെപ്റ്റംബർ അവസാനം പാർട്ടിയുടെ നാഷണൽ കോൺഫറൻസ് നടക്കുന്നതിന് മുമ്പ് ഈ വോട്ടെടുപ്പുകൾ പൂർത്തിയാകും. അവസാനം അവശേഷിക്കുന്ന 2 സ്ഥാനാർത്ഥികൾക്കും പാർട്ടി കോൺഫറൻസിനെ അഭിസംബോധന ചെയ്ത് തങ്ങളുടെ നയപരിപാടികൾ വിശദീകരിക്കാൻ അവസരം ലഭിക്കും. ഒക്ടോബർ 31-നാകും അവസാന റൗണ്ട് വോട്ടെടുപ്പ്. നവംബർ 2-നാകും ഫലപ്രഖ്യാപനം. കടൽ തീരത്തു നിന്ന് സന്ദർശകർ എടുത്തുകൊണ്ടുപോയ കല്ലുകൾ തിരികെ നൽകാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് പെംബ്രോക്ക്ഷയർ കൗൺസിൽ. വെസ്റ്റ് വെയിൽസിലെ സോണ്ടേഴ്സ് ഫുഡ് ബീച്ചിലെ ഉരുളൻ കല്ലുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായത് സമുദ്രനിരപ്പ് ഉയരുന്നത് തുടരുന്നതിന് ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഈ ആശങ്കകൾക്കിടയിലാണ് എടുത്തുകൊണ്ടുപോയ കല്ലുകൾ തിരികെ തരാൻ സന്ദർശകരോട് കൗൺസിൽ ആവശ്യപ്പെടുന്നത്. സമീക്ഷ UK സംഘടിപ്പിച്ച വടംവലി മത്സരത്തിലെ ഫൈനൽ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. Okay.